കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളേവരെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടർ മുഴുവനായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് സങ്കീർത്തനങ്ങളെ ആധാരമാക്കിയുള്ളതായ പാഠങ്ങളാണ്. ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് 7-ാമത്തെ പാഠമാണ്. നിൻ്റെ ദയ സ്വർഗത്തോളം എത്തുന്നു എന്ന ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് 2 ദൈവദാസന്മാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. അതോടൊപ്പം നിങ്ങളേവരെയും ഒരിക്കൽ കൂടെ ഇന്നത്തെ പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പാസ്റ്റർ ബിനോയ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുവാൻ സ്റ്റുഡിയോയിൽ കടന്നു വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെ ദൈവ സ്നേഹത്തിൽ സ്വാഗതം ചെയ്യുന്നു. ജോയ് സാറും ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. സാറിനെയും ഇന്നത്തെ ഈ പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ രചിച്ചതായ ധാരാളം ഗീതങ്ങൾ ഈ സങ്കീർത്തന സമാഹാരത്തിൽ നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കും. നാം വേദപുസ്തക ചരിത്രം പഠിക്കുമ്പോൾ എഴുതപ്പെട്ടതായ അനേക സങ്കീർത്തനങ്ങൾ ഉൾപ്പെടുത്താത്തതായി കാണപ്പെടുകയും നമുക്ക് ചെയ്യുവാൻ സാധിക്കും. എന്നാൽ അതിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നതായ ഒരു വിഷയം, സങ്കീർത്തനങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ദയയെക്കുറിച്ചും ദൈവം എത്രമാത്രം കരുണയുള്ളവനാണ് എന്നുള്ളതിനെക്കുറിച്ചുമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ദയ എത്രമാത്രം വലുതാണ് എന്ന് പാടുന്നതായ ഒരു സങ്കീർത്തനം കൂടെയാണ് 136-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ കരുണ വലുതാണ്, അത് എന്നേക്കുമുള്ളതാണ്, അത് എത്രമാത്രം വലുതാണ് എന്ന് കാണിക്കുന്നതായി ഈ പാഠത്തിൽ തന്നെ പറയുന്നത് 26 പ്രാവശ്യം ദൈവത്തിൻ്റെ ദയ വലുതാകുന്നു എന്ന് പറയുന്നതായിട്ട് കാണുവാൻ തക്കോണം സാധിക്കും. ഇന്നത്തെ മനപ്പാഠവാക്യം നമുക്ക് നൽകിയിരിക്കുന്നത് 57-ാം സങ്കീർത്തനം അതിൻ്റെ 9-10 വാക്യങ്ങളെയാണ്. കർത്താവേ, നീ വംശങ്ങളുടെ ഇടയിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും, ജാതികളുടെ മധ്യേ ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും. നിൻ്റെ ദയ ആകാശത്തോളവും നിൻ്റെ വിശ്വസ്തത മേഘങ്ങളോളവും വലിയതല്ലോ. ഈ സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ ദയ അളക്കുവാൻ കഴിയുന്നതിലും വളരെ വലുതായി നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കും. പാസ്റ്റർ ബിനോയ്, 136-ാം സങ്കീർത്തനത്തിൽ എന്ത് ചിന്തയാണ് ഇത്തരത്തിൽ നമുക്ക് എടുത്ത് കാണിക്കുവാൻ തക്കോണം കഴിയുന്നത്? 136-ാം സങ്കീർത്തനം നമ്മളോട് പറയുന്നത് സൃഷ്ടിതാവായ ദൈവത്തെ സ്തുതിക്കുക എന്നുള്ള ഒരു ആശയം കാണുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ദൈവത്തിൻ്റെ ഇടപഴകലിനെ ഓർമ്മിപ്പിച്ച ശേഷം എത്ര വലിയ ദയ കാണിച്ചു എന്ന് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ കൃപ എത്ര വലുതാണ് എന്ന് പറയുന്നുണ്ട്. അത് സൂചിപ്പിക്കുന്നത് സൃഷ്ടികളോട്, ദൈവം സൃഷ്ടിച്ച കാര്യങ്ങളോട് ദൈവത്തിനുള്ള ഉത്തരവാദിത്വവും വിധേയത്വവും എന്താണ് എന്ന് കാണിച്ചു തരുന്നതാണ്. അതിൻ്റെ അർത്ഥം അതിശക്തമായ ഗാംഭീര്യമുള്ള ദൈവത്തെ കാണിക്കുന്നു. അതായത് ഈ പ്രപഞ്ചവും പ്രകൃതിയും ചരിത്രവും എല്ലാം സ്ഥിതി ചെയ്യുന്നത് ദൈവത്തിൻ്റെ സ്റ്റെഡ് ഫാസ്റ്റ് ലവ്, നശിച്ചു പോകാത്ത നിത്യമായ സ്നേഹത്തിലാണ്, അടിസ്ഥാനമാക്കിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്നേഹത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ അവൻ കർത്താവും രാജാതി രാജാവുമായ ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അത് only one God, വലിയ ദൈവമാണ്, അത് ഒരേ ഒരു ദൈവമാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അത്ഭുതങ്ങൾ മറ്റാർക്കും ചെയ്യാൻ സാധിക്കാത്ത വൻ കാര്യങ്ങളാണ് ദൈവം ചെയ്തത്. അതിനെ നിഷേധിക്കാൻ മനുഷ്യർക്കോ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് അവൻ്റെ ദയ എന്നേക്കുമുള്ളതാണ്. മറ്റുള്ള ദേവന്മാർ, ഈ ഭൂമിയിലുള്ള മറ്റ് ദേവന്മാരെക്കാളൊക്കെ വലുതാണ് ദൈവം, കാരണം അതിനെയൊക്കെ സൃഷ്ടിച്ചതും ഈ ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സങ്കീർത്തനം ദൈവത്തെ ആരാധിക്കുന്നത്. ജോയ് സാറെ, ഈ സങ്കീർത്തനത്തിൽ ഇത്തരത്തിൽ അതിൻ്റെ ഓരോ വാക്യങ്ങളും ശരിക്കും നമുക്ക് ചർച്ചാ വിഷയമാക്കാൻ പറ്റുന്നതായ വാക്യങ്ങളാണ്. എന്നാലും ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഈ 136-ാം സങ്കീർത്തനത്തിൽ നിന്നാണ് പറയുന്നത്. ആമുഖത്തിൽ തന്നെ 136-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യാനാണ്. കാരണം അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവത്തിൻ്റെ ശക്തിയാണ് ആ സങ്കീർത്തനക്കാരൻ അവിടെ വിളിച്ചു ഘോഷിക്കുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ ശക്തിയെ മനസ്സിലാക്കുന്ന എല്ലാം പഴയ നിയമത്തിൻ്റെ അനുഭവങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ദൈവത്തിൻ്റെ ശക്തി എത്രമാത്രം വലുതാണെന്ന് ഈ സങ്കീർത്തനക്കാരൻ ഇവിടെ സംസാരിക്കുന്നത്. ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയെ സൂചിപ്പിക്കുന്നത് അവൻ ആകാശത്തെ നിർമ്മിച്ചു, ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചു, വെളിച്ചങ്ങളെ ഉണ്ടാക്കി, ചെങ്കടലിനെ വിഭാഗിച്ചു, മരുഭൂമിയിൽ കൂടെ ഇസ്രായേൽ മക്കളെ നടത്തി, മഹാരാജാക്കന്മാരെ സംഹരിച്ചു,
ചെങ്കടലിനെ വിഭാഗിച്ചു. സകല ജഡത്തിനും അവൻ ദുഷ്ടന്മാർക്കും നീതിമാന്മാർക്കും എല്ലാവർക്കും സകല ജഡത്തിനും അവൻ ആഹാരം നൽകുന്നു. പിന്നെ വൈരികളുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ ഈ യാത്രയിലുടനീളം ഞങ്ങളെ വിടുവിച്ചു. മിസ്രൈമിലെ കടിഞ്ഞുകളെ സംഹരിച്ചതിന് ശേഷമാണ് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. വീണ്ടും ഫറവോനോടും അവൻ്റെ സൈന്യത്തെയും വന്ന യാത്രയിൽ ചെങ്കടലിൽ അവനെ മുക്കിയതും ഒക്കെ വളരെയധികം ശക്തി, പകൽ മേഘസ്തംഭമാണെങ്കിലും രാത്രി അഗ്നിസ്തംഭമാണെങ്കിലും ഒക്കെ ദൈവത്തിൻ്റെ ശക്തിയെ വിളിച്ചോതുന്ന വാക്യങ്ങളാണ് 136 സങ്കീർത്തനത്തിൽ എല്ലായ്പ്പോഴും പറയുന്നത്. 136 സങ്കീർത്തനത്തിൽ 26 പ്രാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദയ എന്ന ദൈവത്തിൻ്റെ ദയ വലുതാകുന്നു എന്ന് പറയുന്നു. പാസ്റ്റർ ബിനോയ്, ഇതിനോട് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശനുഭവം എത്രമാത്രം ദൈവത്തിൻ്റെ ദയയെ വർണ്ണിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും? കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത ആ കാര്യങ്ങൾ, അവൻ്റെ ത്യാഗം എത്ര വലുതാണ്. അങ്ങനെ ഒരു ത്യാഗം ആർക്കും ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ചെയ്യാത്ത തെറ്റിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങുക, അല്ലെങ്കിൽ സ്വയം പാപിയായി മാറുക, സ്വയം നിന്ന സ്വീകരിക്കുക, അത് വേറൊരാളെ രക്ഷിക്കാൻ വേണ്ടി ആകുമ്പോൾ അത് നമുക്ക് അതിൻ്റെ മഹത്വം എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത തരത്തിലാണ്. അതുകൊണ്ട് ദൈവം മാറ്റമില്ലാത്ത ദൈവമായിട്ട് ആ കൃപ, കർത്താവ് നമുക്ക് വേണ്ടി ത്യാഗം ആയി മാറിയതാണ് യഥാർത്ഥത്തിൽ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ചെയ്ത വൻ കാര്യം. അതാണ് നമ്മളെ അവനെ ആരാധിക്കാൻ പ്രേരിപ്പിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കാതിരുന്നുവെങ്കിൽ ഇന്ന് ഒരുപക്ഷെ നമുക്കിത് പറയുവാനോ സങ്കീർത്തനത്തെക്കുറിച്ച് പ്രകീർത്തിക്കുവാനോ നമ്മുടെ ജീവിതാനുഭവങ്ങൾ ദൈവത്തിൻ്റെ കരുണയുമായി തുലനം ചെയ്യുവാനോ നമുക്ക് കഴിയുകയില്ലായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണമാണ് നമ്മെ ഇതിനൊക്കെ പ്രാപ്തരാക്കി തീർത്തത്. നമുക്ക് ചെറിയൊരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയുടെ സമയമാണ്. ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ചെയ്തതായ വൻകാര്യങ്ങളെ സങ്കീർത്തനത്തിലൂടെ നമുക്ക് തുടർന്നും പഠിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ പാഠപഠനത്തിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ജോസാറെ, നമ്മുടെ ദൈവത്തിൻ്റെ കൃപ എത്രമാത്രം വലുതാണ്, ദൈവത്തിൻ്റെ ദയ എത്രമാത്രം വലുതാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 51 സങ്കീർത്തനത്തിൽ ദാവീദ് ദൈവത്തിൻ്റെ കരുണയ്ക്കായി, ദൈവത്തിൻ്റെ കൃപയ്ക്കായി അപേക്ഷിക്കുന്നതായിട്ട് കാണുവാൻ തക്കോണം സാധിക്കും. അത് എങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് തനിക്ക് ലഭ്യമാകുന്നത്? അത് ഈ അപേക്ഷ സ്വർഗത്തിലെ ദൈവം കേട്ടുപോകും. 51 സങ്കീർത്തനം നാം വായിക്കുന്നത് ദാവീദിൻ്റെ ഒരു പശ്ചാത്താപമാണ്, പശ്ചാത്താപത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ഇവിടെ ദാവീദ് ഊര്യാവിൻ്റെ ഭാര്യയെ ബത്ശേബയെ മോഹിക്കുകയും പാപം ചെയ്യുകയും പിന്നീട് നാഥാൻ പ്രവാചകൻ വന്ന് അദ്ദേഹത്തെ ഉണർത്തിച്ചപ്പോൾ രഹസ്യമായി ചെയ്ത പാപം പ്രവാചകൻ മനസ്സിലാക്കിയപ്പോൾ ദാവീദിന് വലിയൊരു കുറ്റബോധവും ഉണ്ടായി. അങ്ങനെ രചിച്ച ഒരു സങ്കീർത്തനമാണ് 51 സങ്കീർത്തനം. അവിടെ ദാവീദ് ദൈവത്തോട് നിലവിളിക്കുകയാണ്, ഞാൻ ചെയ്ത അകൃത്യം ദൈവമേ അങ്ങ് ക്ഷമിക്കണമേ. കാരണം ദാവീദ് ചെയ്തത് വലിയൊരു പാപം തന്നെയാണ് രാജാവായിരുന്നിട്ട്. അപ്പോൾ ആ ദൈവത്തോട് അവൻ നിലവിളിക്കുകയാണ്, ദൈവമേ നിൻ്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ, നിൻ്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ, എന്നെ നന്നായി കഴുകി എന്നെ വെടിപ്പാക്കണമേ. ആ ഒരു നീണ്ട ഒരു പ്രാർത്ഥനയുടെ ഒരു വരികൾ ഇഷ്ടം പോലെയുണ്ട്. അവിടെ കരച്ചിലും വിലാപത്തോടുമുള്ള നിലവിളിയാണ്. ആ പ്രാർത്ഥനയിൽ ദൈവത്തോട് അവൻ പറയുന്നത്, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തത്, ഞാൻ അകൃത്യത്തിലുരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നിലവിളിയും വിലാപവും കരച്ചിലും പശ്ചാത്തലവും, ഈ പാപം ലംഘനം എന്നോട് ക്ഷമിക്കണമേ എന്ന് ദാവീദ് ഇവിടെ വളരെയധികം വേദനയോടുകൂടി ദൈവസന്നിധിയിൽ ആ ദയയ്ക്ക് വേണ്ടി യാചിക്കുന്ന ഒരു അനുഭവമാണ് ഈ 51 സങ്കീർത്തനം. പാസ്റ്റർ ബിനോയ്, ദൈവം ദാവീദിനോട് ക്ഷമിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കും. കാരണം പിന്നത്തേതിലാണ് ദാവീദിനെക്കുറിച്ച് എൻ്റെ ഹൃദയത്തോട് അടുത്തിരിക്കുന്ന മനുഷ്യനെന്ന് ദാവീദിനെക്കുറിച്ച് ദൈവം തന്നെ പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കുവാൻ തക്കോണം ദാവീദിനെ ദൈവം നിർബന്ധനാക്കി. ഈ ദൈവത്തിൻ്റെ ക്ഷമയുടെ ലക്ഷ്യം എന്താണ്? ദൈവത്തിൻ്റെ ക്ഷമയുടെ ലക്ഷ്യം തിരുത്തുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ദിവ്യമായ ഈ ക്ഷമ, ദൈവത്തിൻ്റെ ക്ഷമ, സാധാരണ ഒരു കുറ്റവിമുക്തനാക്കുക, ഞാൻ തെറ്റുകാരനല്ല എന്ന് എല്ലാവരെയും ബോധിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ പിന്നിലെ ഒരു ആശയം, ക്ഷമിക്കുക എന്നുള്ളത്. പക്ഷേ ദൈവത്തിൻ്റെ ക്ഷമ എന്ന് പറയുന്നത് അതിനേക്കാൾ ഉപരിയാണ്, അത് തിരുത്തുന്നതാണ്. ബാര എന്നുള്ളൊരു ഹീബ്രു വാക്കാണ് കൊടുത്തിരിക്കുന്നത്. അതായത് തെറ്റ് ചെയ്യുന്ന വ്യക്തികളിൽ തെറ്റിൻ്റെ ഒരു ബോധമുണ്ടാകുകയും
ഇനി ആ തെറ്റ് ചെയ്യാതിരിക്കാനായിട്ടുള്ള ഒരു കൺവിക്ഷൻ അയാൾക്ക് ഉണ്ടാക്കുകയും ചെയ്യണം. അത് ദൈവത്താൽ മാത്രം സാധ്യമായ ഒരു കാര്യമാണ്. ക്ഷമിക്കുമ്പോൾ, പാപം ക്ഷമിക്കുമ്പോൾ അത് ഇനി ആവർത്തിക്കാതിരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു മാറ്റം, ഒരു വലിയ മാറ്റം ഒരു വ്യക്തിയുടെ സ്വഭാവത്തിലുണ്ടാക്കുന്നതാണ്. അത് ഹൃദയത്തിൽ സംഭവിക്കുന്നതാണ്. അത് കൊണ്ടുവരാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. ദാവീദ് പറയുന്നത് ഈ സോപ്പ് കൊണ്ട് തന്നെ കഴുകി വൃത്തിയാക്കണമേ. ആ മാറ്റമാണ്, ഹൃദയമാറ്റമാണ്. ഇനി ഞാൻ ആ തെറ്റ് ചെയ്യരുത് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവരുന്നതാണ്. ഇന്ന് പലർക്കും അതാണ് ഇല്ലാത്തത്. തെറ്റാണ്, ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് ആരും സമ്മതിക്കാറില്ല. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ലെന്നാണ്. മാത്രമല്ല റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചെയ്തു വരുമ്പോൾ അത് തെറ്റല്ലാതെയായി വരുന്നതായ ഒരു പ്രവണത പ്രബലമായി വരുന്നുണ്ട്. തീർച്ചയായിട്ടും നാം പൂർവ്വകാലങ്ങളിലൊക്കെ തെറ്റാണ് എന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാതെയും വരുന്നതായ പല കാര്യങ്ങളും ഇന്ന് അത് കുഴപ്പമില്ല എന്ന അവസ്ഥയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ജോയ് സാറേ, അതുപോലെ തന്നെ പല വ്യക്തികളും മുൻകൂട്ടി പാപം ചെയ്യാൻ നിശ്ചയിച്ച് പാപപ്രവൃത്തി ചെയ്യുന്നതായ ഒരു പ്രവണത, അതായത് അറിയാതെ ചെയ്തു പോകുന്നതല്ല, അത് ചെയ്യാൻ വേണ്ടി ഒരുപാട് കരുക്കൾ നീക്കി അവസാനം ആ പാപം ചെയ്തിട്ട് പിന്നെ ദൈവത്തോട് ക്ഷമ ചോദിക്കുന്നതായ ഒരു പ്രവണതയുണ്ട്. അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ എങ്ങനെയാണ് അത് മതിക്കപ്പെടുന്നത്? ദൈവത്തിൻ്റെ സന്നിധിയിൽ പൊതുവെ നമ്മൾ 51-ാം സങ്കീർത്തനത്തിൽ ഈ ചോദ്യം തന്നെയാണ് ഇവിടെ ചോദിക്കുന്നത്. ഇവിടെ ദാവീദ് രാജാവും മുൻകൂട്ടി നിശ്ചയിച്ച പാപമാണ്. ഇതിനുവേണ്ടി പാസ്റ്റർ പറഞ്ഞ പോലെ വളരെയധികം കരുക്കൾ നീക്കി, പലതുവണ്ണം ഉറക്കളിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ചു. ഊരിയാവിനെ വരെ എങ്ങനെ, അല്ലെങ്കിൽ സ്വന്തം ഈ ബത്ശബയുടെ ഭർത്താവിനെ എങ്ങനെ കൊല്ലാമെന്ന് വരെ അദ്ദേഹം പദ്ധതി ഇടുന്നു യോവാബുമായിട്ട്. അപ്പോൾ ഇതെല്ലാം മുൻകൂട്ടി കരുതി നിശ്ചയിച്ച് പാപമാണെന്ന് നല്ല ബോധ്യത്തോടെ തന്നെയാണ് ദാവീദ് ഈ രഹസ്യപാപം ചെയ്യുന്നത്. പക്ഷേ ഈ വചനം പറയുന്നത് നാം എത്രമാത്രം പാപം ചെയ്താലും നാം കുറ്റബോധത്തോടു കൂടി ദൈവസന്നിധിയിൽ നാം അപേക്ഷിക്കുമ്പോൾ നമ്മെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുമെന്ന് തന്നെയാണ് വചനം പറയുന്നത്. കാരണം സങ്കീർത്തനക്കാരൻ ഇവിടെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്, ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനിൽ എന്നെ പുതുക്കേണമേ. കാരണം ഈ സ്ഥിരമായ ഒരു ആത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ പാപത്തിൽ നിന്ന് നമ്മെ അകറ്റുവാൻ കഴിയൂ. പക്ഷേ എങ്കിലും ഒരു കാര്യം നാം വ്യക്തമായി അറിഞ്ഞിരിക്കണം, നാം മുൻകൂട്ടി ചെയ്ത പാപത്തിൻ്റെ ഫലം നാം അനുഭവിച്ചേ പറ്റൂ. കാരണം അത് അനുഭവിച്ചേ പറ്റൂ. നാം ദൈവം ക്ഷമിക്കും, ദൈവമായി ക്ഷമിക്കുമെങ്കിൽ പോലും അതിൻ്റെ പരിണത ഫലം ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദ് അനുഭവിക്കുക തന്നെ ചെയ്തു. ഇവിടെ പുറപ്പാടിൻ്റെ പുസ്തകത്തിലൊരു വചനമുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം പറയുന്നു, എന്നാൽ ഒരുത്തൻ കരുതിക്കൂട്ടി കൂട്ടുകാരനെ ചതിച്ചു കൊന്നെങ്കിൽ അവൻ മരിക്കേണ്ടതിന് നീ അവനെ എൻ്റെ യാഗപീഠത്തിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോകണമെന്ന് പറയണം. കാരണം കരുതിക്കൂട്ടി ഒരു കൂട്ടുകാരനെ കൊല്ലുകയാണെങ്കിൽ അവൻ വലിയ പാപമാണ് ചെയ്തത്. അങ്ങനെ ഒരു വ്യക്തി യാഗപീഠത്തിൽ നേർച്ചകളുമായി വരുവാൻ പാടില്ല, അവനും മരിക്കണം. അത് പഴയ നിയമത്തിലൊരു ചട്ടമാണ്. അപ്പോൾ നാം ചെയ്യുന്ന കരുതിക്കൂട്ടിയുള്ള പാപങ്ങളുടെ ഫലം നാം നമ്മുടെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ നാം അത് നമ്മുടെ തലമുറയെങ്കിലും അനുഭവിക്കേണ്ടി വരും. ഫലം എന്ന് പറയുമ്പോൾ അതൊരു ശിക്ഷയല്ല, അത് പ്രത്യാഘാതമാണ്. ആ ചെയ്യുന്ന പാപത്തിൻ്റെ പ്രത്യാഘാതം. പാസ്റ്ററോട് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു ചോദ്യം. വഞ്ചന, വ്യഭിചാരം, കൊലപാതകം, ഇതെല്ലാം ഒരു സീരീസ് ഓഫ് പാപമായിട്ടാണ് ദാവീദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. ദാവീദിനോട് ദൈവം ക്ഷമിച്ചു കൊടുത്തു. നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കൊണ്ട് സാധിക്കും. ഇത്രയും ഹീനമായ പാപം ചെയ്തതായ ദാവീദിനോട് ദൈവം ക്ഷമിച്ചു എന്നുള്ളതായ ഒരു ചിന്ത, ഒരു അറിവ് നമുക്ക് എത്രമാത്രം പ്രത്യാശ തരുന്നതാണ്? ഇന്ന് പല ആളുകളുടെയും ഒരു പ്രശ്നം ഇതാണ്, ദൈവം എൻ്റെ തെറ്റുകൾ ക്ഷമിക്കുമോ? ഞാൻ ഒത്തിരി തെറ്റ് ചെയ്തിട്ടുണ്ട്, ദൈവത്തിൻ്റെ സന്നിധിയിൽ പോലും എനിക്ക് പോകാൻ പറ്റത്തില്ല, ഞാൻ യോഗ്യനല്ല എന്ന് പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളെ ഓർക്കുകയില്ല, അത് ഞാൻ സമുദ്രത്തിൻ്റെ അഗാധത്തിൽ ഇട്ട് കളയും, പിന്നെ അതൊരിക്കലും തിരിച്ചു വരില്ല. കർത്താവ് ക്ഷമിക്കാമെന്ന് വെച്ചാൽ അങ്ങനെയാണ്, അതൊരിക്കലും തിരിച്ചു വരുന്നില്ല. അങ്ങനെ കർത്താവ് നമ്മളോട് പൊറുക്കുന്നില്ലെങ്കിൽ, ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യുന്നുണ്ട് കർത്താവ്. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നിൽക്കാനായിട്ട് കഴിയില്ല. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതാണ് ദൈവത്തിൻ്റെ ക്ഷമയുടെ മഹത്വം. അതാണ് ഒരിക്കലും അത് കർത്താവ് ഓർക്കുന്നില്ല എന്നുള്ളതാണ്. സാധാരണയായിട്ട് ഈ കുഷ്ഠരോഗികളൊക്കെ പണ്ട് കാലത്ത് പുറത്താക്കുമായിരുന്നു സമൂഹത്തിൽ നിന്ന്. എന്നാൽ അതേപോലെ ദൈവം ആരെയും മാറ്റി നിർത്തുന്നില്ല. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം അവരെ തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഒരു യാഗത്തിനും ഒരു പരിഹാരവും ചെയ്യാൻ പറ്റത്തില്ല ഇവർ ചെയ്യുന്ന തെറ്റുകൾക്ക്.
യാഗമോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യവും ഈ ഭൂമിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗം, കർത്താവായ യേശു ക്രിസ്തു ആ ശിക്ഷയ്ക്ക് പകരം മരണം ഏറ്റുവാങ്ങിയതുകൊണ്ട് അവരുടെ പാപം കർത്താവ് ഇനി ഓർക്കുന്നില്ല, അവരെ ക്ഷമിക്കുന്നു. കർത്താവ് അത് കാരണം അവർക്ക് രക്ഷ ഉണ്ട്. അതാണ് ഇതിലൂടെ കർത്താവ് ഓർമ്മിപ്പിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് തന്നെ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നു. അത് എത്ര ക്രൂരമായാലും കഠിനമായിരുന്നാലും ദൈവം നമ്മോട് ക്ഷമിക്കും എന്നുള്ളത് കൊണ്ടാണ് നാം ഇന്ന് ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ചെറിയൊരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും, ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സർ, ദൈവം മഹാകരുണയും കൃപയും ദയയും ഉള്ളവനാണ്. സകല പാപങ്ങളെയും ക്ഷമിക്കുന്നതായ ഒരു ദൈവമാണ്. പക്ഷേ ദൈവം പലപ്പോഴും കോപിക്കുന്നതായിട്ടും ക്രുദ്ധിക്കുന്നതായിട്ടും ഒക്കെ നമുക്ക് വേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. എന്താണ് ദൈവം ഈ കോപിക്കാനുള്ളതായ കാരണം? പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പാപങ്ങൾ പലപ്പോഴും ദൈവത്തെ കോപിപ്പിക്കാറുണ്ട്. ഇവിടെ യെശയ്യാവിൻ്റെ പ്രവചനം വായിക്കുമ്പോൾ അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത് എന്ന് തന്നെ പ്രവാചകൻ ഇവിടെ ചോദിക്കും. ദൈവത്തിൻ്റെ അരുളപ്പാടോടെ സംസാരിക്കുകയാണ്. നിങ്ങൾ അധികം അടിച്ചാൽ പോലും എന്നിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്നിവിടെ പറയുകയാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ കോപത്തെയാണ് സൂചിപ്പിക്കുന്നത്. വീണ്ടും മോശയോട് ദൈവം പറയുന്നുണ്ട്, ഇസ്രായേൽ ജനത്തിൻ്റെ പാപം കാരണം ദൈവം മോശയോട് കോപിക്കുന്നുണ്ട്. അപ്പം മോശ അവിടെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന ദൈവവുമായിട്ട് അവിടെ ചെയ്യുന്നുണ്ട്. അവിടെ മോശ തന്നെ പറയുന്ന ഒരു വചനമുണ്ട്. മോശ തന്നെ പറയുകയാണ്, ദൈവമേ, നീ അവരോട് ക്ഷമിക്കുന്നില്ല എങ്കിൽ എൻ്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയണമേ. അത് ദൈവത്തിൻ്റെ കോപമാണ് അവിടെ മോശ അവിടെ മധ്യസ്ഥനായിട്ട്. കാരണം ദൈവത്തിൻ്റെ കോപം നേരിട്ട് നേരിട്ട് നമുക്ക് ഒരിക്കലും നേരിടുവാൻ കഴിയുന്ന മനുഷ്യരല്ല നാം ദഹിച്ചു പോകും. അപ്പോൾ ഇവിടെ മോശ ദൈവസന്നിധിയിൽ അവിടെ ഒരു മധ്യസ്ഥനായി നിന്നുകൊണ്ട് ആ ദൈവം കോപിക്കുന്ന സമയത്ത് ദൈവത്തോട് അവിടെ അപേക്ഷ ഇവിടെ മോശ കഴിക്കുകയാണ്. വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ യഥാർത്ഥത്തിൽ ഇവിടെ പറയുന്നത്, ഒരിക്കലും നമ്മുടെ ദൈവം കോപിക്കുന്ന ദൈവമല്ല. ദൈവം കോപമാണെന്ന് നമുക്ക് തോന്നിയാൽ പോലും നമ്മൾ എത്ര പാപിയാണെങ്കിലും ദൈവം കോപിക്കാറില്ല. എന്തുകൊണ്ട് ദൈവം കോപിക്കുന്നു? ഒറ്റ ഒരു കാരണമേ ഉള്ളൂ. നാം ദൈവത്തിൽ നിന്ന് അകന്നു മാറുമ്പോഴാണ് ദൈവം നമ്മോട് കോപിക്കുന്നത്. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടി അകലുമ്പോൾ ദൈവം നമ്മോട് കോപിക്കുന്നു. അപ്പോൾ അത് മാറണമെങ്കിൽ നാം ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരികയും നമ്മുടെ ജീവിതത്തിലെ സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയൊക്കെ നാം ദൈവസന്നിധിയിൽ അർപ്പിക്കുമ്പോൾ, കുറ്റബോധ നിമിത്തം പശ്ചാത്താപത്തോട് അർപ്പിക്കുമ്പോൾ ദൈവകോപം ഒഴിയും എന്ന് സങ്കീർത്തനക്കാരൻ പറയും. സർ, ദൈവം ഇത്തരത്തിൽ കോപിക്കുന്നതായ ഒരു ദൈവമാണ് എന്നിരുന്നാൽ, അകൃത്യം ക്ഷമിക്കാത്ത ഒരു ദൈവമാണ് എന്നിരുന്നാൽ, നമ്മുടെ അകൃത്യങ്ങളെ ദൈവം അടയാളപ്പെടുത്തിയാൽ നമ്മൾ എവിടെയായിരിക്കും ഇപ്പോൾ? ദൈവം അങ്ങനെ അടയാളപ്പെടുത്തി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും നിത്യജീവൻ ലഭിക്കില്ല. നമ്മൾ സിയോൾ, നരകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നരകമല്ല, ഗ്രേവ് എന്നുള്ളതാണ്, ശവക്കുഴി എന്നുള്ളതാണ്. അവിടെയായിരിക്കും നമ്മുടെ സ്ഥാനം. കർത്താവ് പറയുന്നു, വെയിറ്റ് അപ്പോൺ മീ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഇടപഴകലിന് വേണ്ടി കാത്തിരിക്കുക. അത്തരം സന്ദർഭങ്ങളിൽ കർത്താവ് നമുക്ക് അവസരം തരും ഇത് തിരുത്താൻ. ഒരു വ്യക്തിയും ദൈവം അവസരം തരാതെ ഇരിക്കുകയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചിലപ്പോൾ സുഹൃത്തുക്കളിലൂടെ സാഹചര്യങ്ങളിലൂടെ അങ്ങനെ പലതരത്തിലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുകയും, ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, അവൻ്റെ വചനത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്നു, യഹോവേ നീ അകൃത്യങ്ങളെ ഓർമ്മിച്ചാൽ ആർ നിൽക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം നമ്മൾ കർത്താവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ നമ്മുടെ അകൃത്യങ്ങളെ കർത്താവ് ഓർത്തു വയ്ക്കാതെ നമ്മളെ മാനസാന്തരത്തിലേക്ക് തിരുത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കും. ജോയ് സർ, ദൈവത്തിൻ്റെ വചനത്തിൽ ധാരാളം നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരെക്കുറിച്ച് മാത്രമല്ല, ദൈവത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് 113-ാം സങ്കീർത്തനത്തിലും 123-ാം സങ്കീർത്തനത്തിലും ദൈവത്തെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ, രണ്ട് ഭാഗങ്ങളായി പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ആ രണ്ട് വശങ്ങൾ? 113-ാം സങ്കീർത്തനത്തിൽ അതിൽ 4-5 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു, യഹോവ സകല ജാതികൾക്ക് മീതെയും അവൻ്റെ മഹത്വം ആകാശത്തിന് മീതെയും ഉയർന്നിരിക്കുന്നു. ഉന്നതത്തിൽ അധിവസിക്കുന്നതിനായി നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദൃശ്യൻ ആരുള്ളൂ എന്നിവിടെ സങ്കീർത്തനക്കാരൻ ചോദിക്കുകയാണ്. വീണ്ടും സങ്കീർത്തനം 123 അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നു, സ്വർഗത്തിൽ വസിക്കുന്നതിനായുള്ളവേ
നിങ്ങളിലേക്ക് ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങളെയാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ ചിത്രീകരിക്കുന്നത്. ഒന്ന്, സ്വർഗത്തിൽ വസിക്കുന്ന മഹിമ ധരിച്ച വ്യക്തി, ഉന്നതനായവൻ. രണ്ട്, താഴേക്ക് ഇറങ്ങി വന്നവൻ. അപ്പോൾ രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങളെ ദൈവം അവിടെ സൂചിപ്പിക്കുകയാണ്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിലൊരു വചനമുണ്ട്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെ നമ്മളെപ്പോഴും പൊതുവെ പറയുന്നൊരു വചനമാണ്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് തന്നെ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അപ്പോൾ സ്വർഗത്തിലെ മഹിമ വെടിഞ്ഞിട്ട് ദൈവം നമുക്ക് വേണ്ടി താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ രണ്ട് വ്യത്യസ്ത ഭാവങ്ങളെയാണ് ഈ സങ്കീർത്തനക്കാരിൽ ഇവിടെ സൂചിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ഈ സ്വഭാവം മനുഷ്യരിലും ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു വാസ്തവത്തിൽ. കാരണം മനുഷ്യനോട് ബഹുമാനവും സ്നേഹവും സാഹോദര്യവും വെച്ച് പുലർത്തി ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ദൈവ സാദൃശ്യനായി കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പാസ്റ്റർ ബിനോയ്, നമുക്ക് ദൈവത്തെ അനുഗ്രഹിക്കാൻ കഴിയുമോ? നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ദൈവത്തെ നമ്മൾ എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത്? സങ്കീർത്തനത്തിൽ പല സങ്കീർത്തനങ്ങളിലും ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു, ഞാൻ കർത്താവിനെ അനുഗ്രഹിക്കുന്നു, കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണ് കർത്താവിനെ നമുക്ക് അനുഗ്രഹിക്കാൻ കഴിയുന്നത്? ചോദ്യം വളരെ രസകരമാണ്. അല്ലാതെ ഒരു കൗതുകമുണ്ട്. ദൈവത്തെ നമുക്ക് അനുഗ്രഹിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം. സാമ്പത്തികമായതോ ആത്മീയമായോ ഉള്ള അനുഗ്രഹത്തെക്കാൾ ഉപരി ദൈവത്തിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഇവിടെ പറയുന്നത്. പ്രൈസിങ് ഹിം, താഴ്ന്ന ഒരു വ്യക്തിക്ക് ഒരാളെ അനുഗ്രഹിക്കാൻ പറ്റും, നമ്മളെക്കാൾ താഴ്ന്ന ഒരു വ്യക്തിക്ക്. എന്നാൽ നമ്മളെക്കാൾ ഉയർന്ന ഒരു വ്യക്തിയെ നമുക്ക് അനുഗ്രഹിക്കാൻ പറ്റത്തില്ല. പകരം നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം അയാളുടെ നന്മകളെക്കുറിച്ച് പറയാം. അത് അയാൾക്ക് വലിയ സന്തോഷം ഉണ്ടാകും. ദൈവം നമ്മളെക്കാൾ ഉന്നതനാണ്. നമുക്ക് ദൈവത്തെ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമുക്ക് ചെയ്ത നന്മകളെക്കുറിച്ച് പറയുക, ദൈവത്തിൻ്റെ ആ വലിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കാം, കാരണം നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടികളായതുകൊണ്ട്. ഇവിടെ നമ്മൾ ദൈവത്തെ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നന്മകൾ, ദൈവം നമുക്കും സമൂഹത്തിനും ലോകത്തിനും ഒക്കെ ചെയ്ത ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ അനുഗ്രഹിക്കുക എന്ന് പറയുന്നത്. മനുഷ്യർ ദൈവത്തിൻ്റെ നന്മകൾ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കും. സങ്കീർത്തനം മുഴുവൻ അതാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ കുറിച്ച് പറയുക, അവൻ്റെ അനുഗ്രഹങ്ങൾ ഓർക്കുക, അതിനെ ആവർത്തിക്കുക, ആവർത്തിച്ചുറപ്പിക്കുക, റീഫ്രെയിം ചെയ്യുക ദൈവം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച്. അതാണ് ദൈവത്തെ അനുഗ്രഹിക്കുക. തീർച്ചയായും ദൈവത്തിൻ്റെ കരുണ നമ്മോടുള്ളത് വലുതും ഭയങ്കരവുമാകുന്നു. ഒരുപക്ഷെ നമ്മുടെ മാനുഷികമായ ചിന്ത കൊണ്ടോ വാക്കുകൾ കൊണ്ടോ ദൈവത്തിൻ്റെ ഈ സ്വഭാവത്തെ നമുക്ക് പൂർണ്ണമായി വർണ്ണിച്ച് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. തീർച്ചയായും ദൈവരാജ്യത്തിൽ ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ ആ സ്വഭാവം നമുക്ക് നേരിട്ട് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഈ ചർച്ചയിൽ പങ്കെടുത്തതായ നിങ്ങളെ ഇരുവരെയും ദൈവനാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, കർത്താവ് യേശു ക്രിസ്തു ദീർഘക്ഷമയും മഹാകരുണയും ദയമുള്ളവനാകുന്നു. ആ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നതായ ആരെയും അവൻ അനുഗ്രഹിക്കാതെ വിടുകയില്ല. നമുക്ക് ദൈവസന്നിധിയിൽ ചെന്ന് അനുഗ്രഹം പ്രാപിച്ച് ദൈവരാജ്യത്തിലേക്ക് പോകുന്നവരായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.